അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ആങ്കറിനെ നിർത്തിപ്പൊരിക്കൽ. എന്താ അതിന്റെ രുചി? ഒരു പിടുത്തില്ല. രണ്ടുപേരും ഓരോന്നെടുത്തോളൂ, പെട്ടെന്ന് എടുത്തോളൂ. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല ഒറ്റ വാക്കേ ഉള്ളതിന് ഉത്തരം. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് റിയാക്ഷൻസ് ഒക്കെ എല്ലാവരുടെയും? ശ്രദ്ധിക്കാറില്ല. പുള്ളി വീഡിയോ വരും, ഭക്ഷണം കഴിക്കും, ഞങ്ങൾ ഒരുമിച്ചാണ് നമ്മുടെ കൂടെയാണ് എപ്പോഴും. അപ്പൊ ഭക്ഷണം കഴിക്കും പോകുന്നില്ലാതെ സംസാരിച്ച് വരുന്നേ ഉള്ളൂ. ഭാവിയിലൊക്കെ ശരിയാവും. മരിക്കാനാകും. ആ ഓണത്തിന്റെ ആ വീഡിയോ ഞങ്ങള് ശരിക്കും പറഞ്ഞ ഒരു 2 ആഴ്ചത്തോളം പണിയാണ്. ഇതിന്റെ മെനക്കേട് ഒരു 1.5 ആഴ്ചന് മുകളിൽ പണിയാണത്. അപ്പൊ ഇതിന്റെ മെനക്കേട് ഇതിന്റെ കൂടെ നിൽക്കല്. പിന്നെ ഒരു ദിവസം രാത്രി മുഴുവൻ നമ്മൾ കുക്ക് ചെയ്താണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ്. ഇങ്ങനെ മാസങ്ങളെടുത്ത വീഡിയോകളൊക്കെ ഞങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളൊരു പെൻഡിങ്ങിൽ ഒരു വീഡിയോ ഉണ്ട്. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞു അല്ലേ? വലുതെന്തോ വരാനുണ്ട്. അതെ, ചെറുതായിട്ട്. ഇപ്പം ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പൈസ പൊളിഞ്ഞ ഒരു എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ? പുട്ടിനാണ് പോയത്. പുട്ടിനാണ് ഭയങ്കരമായിട്ട് എക്സ്പെൻസ് ആയത്. ഏകദേശം എത്ര ആയിട്ടുണ്ടാവും? ഏകദേശം 3.5 lakh ആയിരുന്നു ഒരു വീഡിയോക്ക്. ഞങ്ങൾ എല്ലാ പഴുതുകളും അടച്ചുള്ള പണിയായിരുന്നു ഞങ്ങൾ ചെയ്തത്. എല്ലാ പഴുതുകളും അതിൽ വരും വരായൊക്കെ ചിന്തിച്ചിട്ടാണ് പരിപാടി ചെയ്തത്. അതുകൊണ്ട് കുറേ ആലോചിച്ചു. രാത്രി കിടക്കുമ്പോൾ വരെ എങ്ങനെ ആലോചിക്കും, കുട്ടി എങ്ങനെ തള്ളാം, അതിനെങ്ങനെ കണക്ഷൻ കൊടുക്കും, എത്ര ആളതിന് പുറകിൽ കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങൾ വരെ ആലോചിച്ചു. ഏത് ദിവസം ഷൂട്ട് ചെയ്യണം. ഇതിലെന്താണ് ലാഭം, ഇതിലെന്താണ് ഒരു ഇങ്ങനെ ആളുകൾ വീഡിയോ ഇട്ട് എന്തായാലും ഗുണം എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിൽ എന്നെ കാണിക്കാതെ ഏകദേശം ഒരു 3000-4000 ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദിവസവും 5-6 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും, പല ടിപ്സുകളായിട്ട്. ഇൻഫർമേഷൻ വീഡിയോസ്. ഞാൻ ശരിക്കും ഒരു ടെക് വ്ളോഗറാണ് ശരിക്കും. പിന്നെ ടെക് വ്ളോഗ് ഒരുപാട് ആളുകൾ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു മേഖല ഉണ്ടാക്കണം, ഞാൻ അതിലൂടെ പോകണം എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മുടെ ഈ ഫുഡ് ചാനലിലേക്ക്. ഈ ഫുഡ് ചാനലിൽ വരാനും കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനിതിൽ ഒരു പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഈ യൂട്യൂബ് ഫീൽഡിനകത്ത് ഒരു പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ശേഷം ഞങ്ങൾ പല സാധനങ്ങൾ ഇതിനു വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് മാത്രം. ഓരോരോ സാധനങ്ങളായിട്ട് ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ വന്നത്. ഒരു രസം. ചിലതൊക്കെ നമുക്ക് ചിലവാക്കിയ പൈസ പോലും തിരിച്ചു കിട്ടില്ല ചില വീഡിയോസൊക്കെ. എനിക്കൊന്നും അതുകൊണ്ടാണോ എന്നറിയാം. നമുക്ക് ഏറ്റവും വിഷമകാര്യ വീഡിയോസ് എണ്ണം കുറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫാൻസിന് കുറച്ച് വിഷമമുണ്ട്. ഇത് മേഖലകൾ മാറി മാറി പിടിക്കാന്നുള്ളത്. നമ്മൾ 2018 ഞാൻ 12 ഒരു പരിപാടി ചെയ്തു. അതിന്റെ 18 ഇപ്പൊ വേറെ മാറ്റി. അതെ, ഇനി 25 വേറെ മാറ്റാം. പക്ഷെ ഇതിലുണ്ടാവും, യൂട്യൂബിൽ എന്തായാലും ഉണ്ടാവും. നമ്മളിപ്പോ ഇത്രയും നമ്മളെ വിശ്വസിച്ച് വന്ന കുറെ പ്രേക്ഷകരുണ്ട്. അവർക്ക് മാസം 2-3 വീഡിയോ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും മെനക്കെടും. അത് എന്ത് ബുദ്ധിമുട്ടാണ് ചെയ്യാന്നുള്ളത്. കാരണം ഞങ്ങളുടെ ലൈവിൽ തന്നെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ എന്തായാലും പണി കിട്ടുമോ നോക്കാനാ പറയുന്നത്. ഇനി ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകില്ലേ? ഒരു ഐഡിയ കിട്ടിയാൽ മതി. എന്താ ഐഡിയ? ആലോചിച്ചുകൊണ്ടിരിക്കുവല്ലേ. ഐഡിയ കിട്ടി. അളിയാ നീ ടെൻഷൻ അടിക്കില്ലേ, ഞാൻ പോയി ഐഡിയ കൊണ്ടുവരാം. ഹലോ, ഇനിയും ഐഡിയ കാത്തിരുന്നിട്ട് കാര്യമുണ്ടോന്ന് തോന്നുന്നുണ്ടോ? എന്നാ ഫോൺ എടുക്കൂ, എൻട്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ജീവിതത്തിന്റെ ഗതി മാറാൻ ഒരു എൻട്രി മതി. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള 2 പേരെയാണ്. എനിക്കറിയാം വർഷങ്ങളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ കാത്തിരിക്കുന്നു. ഞാനും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ഫിറോസ്ക, രതീഷ് ചേട്ടാ, സ്വാഗതം. എന്താണെന്നറിയില്ല, ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. കുറെ കാര്യങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ആളുകൾക്ക് ഇത്ര ഇഷ്ടം ചിന്തിച്ചിട്ടുണ്ടോ ഫിറോസ്ക? നമ്മുടെ പ്രവൃത്തിയായിരിക്കും. നമ്മുടെ പ്രവൃത്തി കൃത്യമാണെങ്കിൽ ആളുകൾ എല്ലാവരും ഇഷ്ടപ്പെടും. ആളുകൾക്ക് എന്തോ ഇഷ്ടമാണ് എന്നെ. അതിന് മുന്നേ ഞാനൊരു ഹാപ്പി വേണം, നമുക്കൊരു ഹാപ്പി വേണം, എല്ലാവർക്കും ഹാപ്പി വേണം. ഇപ്പൊ 2012 തൊട്ട് നമ്മള് ഇക്കാനെ കാണാൻ തുടങ്ങിയതാണ്. ഒരു വലിയൊരു ജേർണിയാണ്. ആൻഡ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്ക് തുടങ്ങിയ സാധനം സക്സസ്ഫുള്ളി നിൽക്കാന്ന് പറയണേ, അല്ലെങ്കിൽ ഇപ്പോഴും നന്നായിട്ട് ഗ്രോത്ത് ആവുമെന്ന് പറയണത്. സോ അതിൽ എത്രത്തോളം ഹാപ്പി ഉണ്ട്? ഒരു യാത്ര എങ്ങനെ ശരിക്കും ഒരു ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത്? 2012 ഞാൻ ഈ സംഭവം തുടങ്ങിയിട്ടുണ്ട്. ഒരു 14 ശേഷമാണ് എനിക്ക് വരുമാനം വരാൻ തുടങ്ങിയത്. 18 വരെ എന്നെ കാണിച്ചിട്ടില്ല. 2018 ശേഷമാണ് ഈ കുക്കിംഗ് ചാനൽ നമ്മൾ തുടങ്ങുന്നത്. 18 കുക്കിംഗ് ചാനൽ തുടങ്ങുന്നത്. 18 ശേഷമാണ് എന്നെ പബ്ലിക് കാണാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ആളുകളെ ഫോളോ ചെയ്യും. നമ്മളിപ്പോൾ നമുക്ക് വേണ്ടിയല്ല വീഡിയോ ചെയ്യണം, നമ്മുടെ കാണികൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കുറെ ആലോചിച്ച് കുറെ പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഒരു പരിപാടികൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇതുവരെ നമ്മളിങ്ങനെ
നിക്കണു. ഇനിയിപ്പോ എന്താന്നുള്ള അറിയില്ല. ഈ പാലക്കാട് ഭാഷ ഭയങ്കര രസമാണ് കേട്ടോ കേക്കാൻ. നമ്മളാകെ കണ്ടിട്ടുള്ളത് ബിജുമോന്റെ ഒരു സിനിമയിലെ പാലക്കാട് ഭാഷ, അതാണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. പക്ഷെ ഇത്രയും രസമായിട്ട് പാലക്കാട് ഭാഷ സംസാരിക്കുക, ഒരു ഇഷ്ടം പിടിച്ചു പറ്റുക, ഈ ഒരു സക്സസിന് ഭാഷ ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. പാലക്കാടുകാരൊന്നും പൊതുവെ ഒരു പാവങ്ങളാ, പാവപ്പെട്ട ആളുകൾ. ഇവിടെ കൃഷിയാണ് കൂടുതൽ ബിസിനസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ബിസിനസ് അല്ല, അതൊരു എന്താ പറയാ, ഒരു അഗ്രികൾച്ചർ എന്ന നിലയ്ക്ക്. ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ കുറച്ചുകൂടെ ഇത്തിരി മെച്ചൂർഡായിട്ട് സംസാരിക്കണം, മറ്റുള്ളവർക്ക് കൂടെ മനസ്സിലാകാൻ വേണ്ടി. ശരിക്കും യഥാർത്ഥ പാലക്കാടൻ ഭാഷ ഭയങ്കര അതിശയത്തോടെ കേട്ട് നിൽക്കുന്ന ഒരു ഭാഷയാണ്. ഭയങ്കര സ്ലോ ആയിരിക്കും. നിങ്ങൾ എവിടെ പോണ്, എന്ത് പരിപാടി എന്നൊക്കെ അങ്ങനെ ഒരു നീട്ടലുള്ള ഒരു ഭാഷയാണ്. ഞാൻ ഇച്ചിരി കൂടെ ഫാസ്റ്റ് സംസാരിക്കുന്നതാണ്. രതീഷിന്റെ സംസാരം എടുത്ത ശരിക്കും യഥാർത്ഥ പാലക്കാടാണ്. രതീഷോട് അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നതാ പറഞ്ഞത്. പാലക്കാട് ഭാഷയിലൊന്നും പറയൂ എന്തെങ്കിലും. എന്താ പറയേണ്ടത്? അതന്നെ എന്താ പറയേണ്ടത്, അതന്നെ പാലക്കാടൻ ഭാഷ. എന്താണ്ടി ഉണ്ണി, എന്താണ് വിശേഷങ്ങള്? നിങ്ങൾ ചോദിക്കണെങ്കിൽ ഇവിടെ നാട്ടുകാർ വന്ന ആളുകൾ ഇങ്ങനെ ചോദിക്കും, എന്താണ്ടി ഉണ്ണി, എവിടെ വന്നത്, എന്ത് വിശേഷം, അങ്ങനെയുള്ളൊരു ഒരു ചെറിയൊരു നീട്ടലാണ്. ആ നീട്ടലിലൊരു സ്നേഹം ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും. എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ പാലക്കാട് വളരെ പാവപ്പെട്ട ആളുകളാണ്. വളരെ സ്നേഹത്തോടെയും അങ്ങനെ ആരെയും പറ്റിക്കലും വഞ്ചിക്കലൊക്കെ വളരെ കുറവായിരിക്കും ഇവിടെ. വളരെ സ്നേഹത്തോടെ സാധാരണക്കാരാണ്. അപ്പൊ അതിന്റെ ഒരു ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ബന്ധങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഭാഷയിലും ആ ഒരു സ്നേഹം ഉണ്ട് എന്നുള്ളതാണ്. ആ നീട്ടലിലൊരു, നമ്മളിപ്പോ നീ പോടാന്ന് പറയണതും എടാ മോനെ നീ അങ്ങോട്ട് പോകുന്ന പറയുന്ന വ്യത്യാസമില്ല. അതുപോലെ നീട്ടലിലൊരു സ്നേഹം കൂടി ഉള്ളത് എന്നുള്ളതാണ് പാലക്കാട് ഭാഷ. സ്നേഹം കൂടുതലുള്ള ആ ഒരു ടോണിലുള്ള ഒരു വഴക്ക് പറച്ചിലൊക്കെ. അതെ അതെ. ഇവര് 7 വർഷമായി കൂടെ കൂടിയിട്ട്, അതിന് മുമ്പേ അറിയാം. ഇപ്പൊ ഒരുമിച്ചൊരു യൂട്യൂബ് ഫാമിലിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു 7 years ആയി. എങ്ങനെയുണ്ട് യാത്ര ഹീറോസ് ഒക്കെ കൂടെ? അടിപൊളിയാണ്. പറയൂ, കൂടുതൽ പറയൂ. അതേ മാത്രം പറയുന്നുട്ടോ. അല്ല, ഞങ്ങള് വളരെ എൻജോയ് ചെയ്തിട്ടാണ് മുന്നേ. ഇപ്പൊ ഒത്തിരി സ്ട്രഗിൾ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ വീഡിയോ കണ്ടുപിടിക്കില്ല, ഇതൊക്കെ. ആദ്യം ഞങ്ങൾ വളരെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഈ പരിപാടി ഞങ്ങൾ മുന്നോട്ട് പോയത്. പിന്നെ ആളുകൾക്ക് എന്ത് കൊടുക്കണം എന്നുള്ള ടെൻഷനായി. ഇതിൽ വളരെ നമുക്ക് അവരെയും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എപ്പോഴും ഫ്രീ തന്നെയാണ്. ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ തന്നെയാണ്. എങ്കിലും ഒരു സ്ട്രഗിൾ ഉണ്ടെന്ന് മാത്രം. എനിക്കൊന്ന് കാണുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര ഈസിയാന്ന് തോന്നുന്നു. വളരെ സിമ്പിളാണ്. പക്ഷെ ഇത്രയും അത് ക്വാണ്ടിറ്റിയിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിന്റെ പുറകെ എത്ര ഹാർഡ് വർക്ക് ഉണ്ടെന്ന് ചിലപ്പോൾ കാണുന്ന വ്യൂസിന് ചിലപ്പോൾ മനസ്സിലാവില്ല. വളരെ സിമ്പിൾ ആണെന്ന് വിചാരിക്കും. ശരിക്കും ഒരു വീഡിയോ നിങ്ങൾ പ്രോസസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിന് മുൻപ് എന്തൊക്കെ ശരിക്കും ബാക്ക് സ്റ്റോറി എന്തൊക്കെയുണ്ട്? ഇതിലിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓണത്തിന്റെ ഇന്നലെയാണ് ഞങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ആ ഓണത്തിന്റെ ആ വീഡിയോ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു 2 ആഴ്ചത്തെ പണിയാണ്. ഇതിന്റെ മെനക്കേട് ഒരു 1.5 ആഴ്ചന് മുകളിൽ പണിയാണത്. അപ്പൊ ഇതിന്റെ മെനക്കേട്, ഇതിന്റെ കൂടെ നിൽക്കല്. പിന്നെ ഒരു ദിവസം രാത്രി മുഴുവൻ നമ്മളത് കുക്ക് ചെയ്തതാണ് ഈ സാധനം. എന്നിട്ടാണ് ഞങ്ങളത് രാവിലെ ഷൂട്ട് ചെയ്തത്. അത് ഞങ്ങൾ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ്. ഇങ്ങനെ മാസങ്ങളെടുത്ത വീഡിയോകളൊക്കെ ഞങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളൊരു പെൻഡിങ്ങിൽ ഒരു വീഡിയോ ഉണ്ട്. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞു അല്ലേ? 6 മാസമായിട്ട് ഇനി ഷൂട്ട് ചെയ്ത് തീർത്തില്ല. അത് സർപ്രൈസ് ആണ്. അത് ഞങ്ങൾ പല പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ട് ഇനി അതിന് ഫൈനൽ ഘട്ടത്തിലേക്ക് പോകണം. അപ്പോഴാണ് മഴ തുടങ്ങിയത്. മഴയത്ത് നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല. അപ്പൊ മഴക്കാലം കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വലുതെന്തോ വരാനുണ്ട്. അതെ, ചെറുതായിട്ട്. ചെറുതൊന്നും നമുക്ക് ഇഷ്ടമല്ല തോന്നുന്നല്ലേ എടുക്കാൻ? നിങ്ങൾ വലുതാണ് ചിന്തിക്കുക. അങ്ങനെയല്ല, ആളുകള് ചെറുത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. വലുത് കാണാൻ ആളുകൾ ഭയങ്കര താല്പര്യമാണ്. ഈവൻ നിങ്ങളൊക്കെ നമ്മളെ കാണാനുള്ള കാരണം നമ്മൾ ചെറുതാണെങ്കിൽ ചെറുതോടുകൂടി അങ്ങനെ പോയിട്ടുണ്ട് സൈഡിലൂടെ. നമ്മളെന്തോ പ്രത്യേകിച്ച് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ നമ്മളെ കാണുന്നത്. അതാണ് ഒരു സംഭവം. ഞങ്ങൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കൊറോണ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട വീഡിയോസ് കാണുന്നത്. എനിക്ക് വെൽഡിംഗ് ആയിരുന്നു ആദ്യം ചെയ്തത്. അതിനു മുമ്പ് നമ്മൾ കാണാത്ത ഒത്തിരി ജോലികൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ എങ്ങനെ യൂട്യൂബ് ഒരു ഫോക്കസ് ചെയ്യാതെ ഒരു ജോലിയാക്കി എടുക്കാമെന്നൊരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയായിരുന്നു? യൂട്യൂബ് ഞാനൊരു ഗൾഫിലായിരുന്നു. ഞാൻ വെൽഡറാണ്. പിന്നെ നാട്ടിൽ വന്ന് സെറ്റിലായി. അപ്പോഴാണ് ഒരു ഫോട്ടോസ്റ്റാറ്റ് കാണാൻ തുടങ്ങുന്നത്. യൂട്യൂബ് 2005-2006 യൂട്യൂബ് വരുന്നത്. ആ സമയം തന്നെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ട്. അന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ട്, ഇതിലെന്താണ് ലാഭം, ഇതിലെന്താണ് ഒരു ഇങ്ങനെ ആളുകൾ വീഡിയോ ഇട്ട് എന്താണ് ഗുണം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ 2012 ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഫോട്ടോസ്റ്റാറ്റൊക്കെ കടയൊക്കെ തുടങ്ങി. അതൊക്കെ സക്സസ് ആണ് കേട്ടോ. പക്ഷേ പല വീഡിയോകളിലും അതിങ്ങനെ പൊളിഞ്ഞു പോയെന്നൊക്കെ പറയേണ്ട ആളുകൾ. പക്ഷേ ഫോട്ടോസ്റ്റാറ്റ് കട എൻ്റെ സക്സസ് ആണ്. അത് വേറെ നമ്മുടെ സുഹൃത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ മേഖലകൾ മാറിയപ്പോൾ അതിന് കൊടുത്തു. അങ്ങനെ 2012 ഞാൻ കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ച് അവിടെ നിന്നാണ് ഞാൻ യൂട്യൂബ് ജേണി തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിൽ നിന്ന് കുറച്ച് പൊറോട്ട അടിക്കുന്ന വീഡിയോസൊക്കെ എടുത്ത് എന്നെ കാണിക്കാതെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അതൊക്കെ ഇട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നത്. പിന്നെ ആ ചാനലൊക്കെ അടിച്ചു പോയി. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ മറ്റുള്ള വീഡിയോകളൊക്കെ എടുത്ത് എൻ്റെ പോസ്റ്റ് ചെയ്ത്, നമുക്കറിയില്ലല്ലോ എന്താ സംഭവം. അങ്ങനെ ചാനൽ അടിച്ചു പോയി. പിന്നെ 2014 കാലഘട്ടത്തിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു.
അത് ആ ചാനൽ ഞാൻ മാനേജ് ചെയ്തില്ല. 2015 പ്രോപ്പറായിട്ടൊരു ചാനൽ ഞാൻ നിർമ്മിച്ചു. ഓക്കെ. എന്ന് വെച്ചാൽ എനിക്കെല്ലാം അറിഞ്ഞപ്പോൾ ഞാനെന്ന് കാണിച്ച് സേഫായിട്ടൊരു സാധനത്തിനെ നിർമ്മിച്ചു. അപ്പോൾ 2014 ലാസ്റ്റ് 15-ലാണ് എനിക്ക് വരുമാനം വരാൻ തുടങ്ങി. 2014 തുടങ്ങിയ ചാനലിൽ വരുമാനം വന്നു. 2015 ഞാൻ കറക്റ്റായിട്ടൊരു വേൽ ഉണ്ടാക്കി അതിൽ കൂടെ ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി. അതിൽ എന്നെ കാണിക്കാതെ ഏകദേശം ഒരു 3000-4000 ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദിവസവും 5-6 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും, പല ടിപ്സുകളായിട്ട്. ഇൻഫർമേഷൻ വീഡിയോസ്. ഞാൻ ശരിക്കും ഒരു ടെക് വ്ളോഗറാണ് ശരിക്കും. പിന്നെ ടെക് വ്ളോഗ് ഒരുപാട് ആളുകൾ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു മേഖല ഉണ്ടാക്കണം, ഞാൻ അതിലൂടെ പോകണം എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഈ ഫുഡ് ചാനലിലേക്ക് വരുന്നത്. ഈ ഫുഡ് ചാനലിൽ വരാനും കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ തമിഴ്നാട് വില്ലേജ് ഫുഡ് ഫാക്ടറി പറഞ്ഞിട്ട് ഒരു പഴയൊരു ആളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബേഴ്സിന് കുക്കിംഗ് ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ചാനൽ ഇങ്ങനെ കാണുകയും അദ്ദേഹം ഇങ്ങനെ ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി ആളുകൾ കൊണ്ട് കൊടുക്കുന്ന ആ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര എന്നെ അട്രാക്ട് ചെയ്തു. അപ്പം ഞാൻ ഇത് കേരളത്തിൽ ആരും ചെയ്യുന്നില്ല, അപ്പം ഞാൻ അങ്ങനെ ആ മേഖലയിലേക്ക് തിരിഞ്ഞാലതൊരു ഇത്. ഞങ്ങൾ പിന്നെ പൊതുവേ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് പല കുക്കിംഗ് പരിപാടിയൊക്കെ ഞങ്ങളിങ്ങനെ ചെയ്യുന്നതാണ്. ഭക്ഷണം ഉണ്ടായി നമ്മൾ പാടത്തൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് നമ്മൾ. അതിന് ഞാനെന്ത് കാട്ടി ഫുള്ളി അങ്ങോട്ട് ചിത്രീകരിച്ചു, ആളുകൾ കൊടുക്കാൻ വേണ്ടി ചിത്രീകരിച്ചു. അതിങ്ങനെ ചെയ്ത ആദ്യമൊന്നും വലിയ റീച്ചൊന്നുമില്ല, ഒരു 2-3 മാസം. പിന്നെ ഒരു KFC ഉണ്ടാക്കി ഞാൻ, സാധാരണപ്പെട്ടവർക്ക് അങ്ങനെ വീട്ടിൽ KFC ഉണ്ടാക്കാന്നുള്ളത്. ആ KFCയിൽ ഭയങ്കര ഹിറ്റായി. അത് നമ്മുടെ മുന്നോട്ടുള്ള ജേണിയിലേക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായത് മാത്രം. പിന്നെ അതിനെ തുടർന്ന് പിന്നെ ആ ജനങ്ങൾക്ക് എന്താ വേണ്ടത്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങളത് ഇഷ്ടപ്പെടും എന്നുള്ളത് മനസ്സിലാക്കി പിന്നെ നമ്മളിങ്ങനെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നമ്മൾ കൂടുതലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഓർഫനേജിൽ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഇപ്പോൾ ഇവിടെ എത്തി. ഇപ്പൊ ഈ ക്വാണ്ടിറ്റി ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. ഇത്രയും ഫുഡ് ഉണ്ടാക്കുന്ന ഒരാള് ഈ ഫുഡ് ഇനി എന്ത് ചെയ്യും, വിഷ്വലി കാണിക്കുന്നുണ്ട് അതിനുശേഷം എങ്കിൽ ഇത്രയും ഫുഡ് എന്തിനുണ്ടാക്കണേ, ഇത്രയും ഫുഡ് അതിന് ശേഷം എന്ത് ചെയ്യും. പക്ഷെ അത് നല്ല കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു തോട്ട് ശരിക്കും വന്നത് ഒരു ഓക്കെ നമ്മളൊരു യൂട്യൂബ് കോണ്ടന്റിന് പകരം ഇങ്ങനെ ഒരു തോട്ട് വരാനുള്ള റീസൺ എന്തായിരുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ വില്ലേജ് ഫുഡ് ഫാക്ടറി എന്ന് പറയുന്ന ഡാഡി R3 അദ്ദേഹം ഇതേപോലെ ചെയ്യുന്നത് കൊടുക്കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വലുത് ചെയ്താൽ എന്ത് ചെയ്യും, ഈ ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ, അപ്പോൾ വലുത് ചെയ്താൽ എന്ത് ചെയ്യും എന്നുള്ളൊരിതിലായി പിന്നെ അങ്ങനെ ഭക്ഷണം കൊടുക്കാനുള്ളൊരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോകണം. അവിടെ ഭക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഓട്ടിസം ബാധിച്ചൊരു 150ഓളം വരുന്ന ആളുകളാണുള്ളത്. എന്ന് വെച്ചാൽ കുട്ടികളല്ല, ഒരു 4 വയസ്സായ കുഞ്ഞുങ്ങളുടെ ബുദ്ധി അവർക്കുള്ളൂ. എങ്കിലും 80 വയസ്സ് വരെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. 18 മുതൽ 80 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാം അവിടെ കൊടുക്കില്ല, കാരണം അവർക്കത് ഭക്ഷണം കഴിക്കാറില്ല. അപ്പം നല്ല വെന്തതും അവർക്ക് കഴിക്കാൻ പറ്റുന്നതും എല്ലില്ലാത്തതുമായ ഭക്ഷണം, ചിക്കനൊക്കെ വെച്ചാലടക്കം എല്ല് റിമൂവ് ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുക. കാരണം അവർ പെട്ടെന്ന് മുഴുങ്ങും സാധനത്തിന്, അവർക്ക് അറിയില്ല അത് എന്ത് ചെയ്യണം എന്നുള്ള അറിയില്ല. അപ്പം മുഴുകി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ വളരെ ശ്രദ്ധയുള്ള ഭക്ഷണങ്ങളെ ഞങ്ങൾ ഓർഫണേജിൽ കൊണ്ട് കൊടുക്കാറുള്ളൂ. പിന്നെ ഇവിടെ ഞങ്ങൾ ഇപ്പോൾ വലിയ പോത്തിനെയൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്ത് ഇതിനൊക്കെ കട്ട് ചെയ്ത് പീസാക്കി ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ടേ അവർക്ക് കൊടുക്കുള്ളൂ ഭക്ഷണം, അല്ലാതെ നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് സാധനം കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഫ്രണ്ട് സർക്കിളിൽ ഒരാളുണ്ട് എപ്പോഴും ബിസിനസ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഐഡിയാസ് കൊണ്ടുവരുന്ന, അങ്ങനെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഫ്രണ്ട് സർക്കിളിലെ ഫിറോസ്ക. പറയൂ, ഇത് ശരിക്കും ഇത്രയും സംസാരിക്കൂ. ആ പാലക്കാട് ഭാഷയിൽ ഞങ്ങൾ കേൾക്കട്ടെ കുറച്ച് കാര്യങ്ങള്. ശരിക്കും എപ്പോഴും ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരുന്ന ഒരാളാണോ പണ്ട് മുതലേ? നമ്മൾക്ക് കിട്ടുന്ന ഐഡിയ, നമ്മൾ കിട്ടുന്ന അറിവുകൾ ഷെയർ ചെയ്യും. ഞങ്ങളിവിടെ ഒരു ക്ലബ്ബുണ്ട്, ആ ക്ലബ്ബിൽ ഞങ്ങളെന്നും വൈകുന്നേരത്തിൽ ഒരു 7 മണി മുതൽ ഒരു 9 മണി 10 മണി വരെ ഞങ്ങളിവിടെ ഇരിക്കും. അപ്പോൾ നമ്മളെ പല കാര്യങ്ങളും നമ്മുടെ അനുഭവങ്ങളും, പിന്നെ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്ന അനുഭവങ്ങൾ, അതൊക്കെ നമ്മൾ ആളുകളുമായി ഷെയർ ചെയ്യും. പിന്നെ കുറച്ചൊക്കെ ചിന്തിക്കും നമ്മൾ അടുത്ത് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തിലേക്ക് പോവാം എന്നുള്ള അങ്ങനെ മേഖല. ആ ഒരു ചിന്തയാണ് എന്നെ ശരിക്കും 2006 തുടങ്ങിയ യൂട്യൂബിനെ 2012 ഞാനിതിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനത്തെ ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാവണമെന്ന് ചെയ്യാൻ പറ്റില്ലത്. സത്യം, ശരിയാ. പക്ഷെ എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു സിറ്റുവേഷൻസ് വെച്ചിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് പറ്റില്ല. പക്ഷെ എല്ലാവരും വിചാരിക്കും ഒരു നല്ലൊരു നമുക്കൊരു വലിയൊരു ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാവും എങ്കിൽ മാത്രം നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റുമെന്ന് ചിന്തിക്കും. പക്ഷെ ഇക്കൊക്കെ തുടങ്ങിയ സമയത്ത് പലർക്കും അത് മോട്ടിവേഷൻ ആയിട്ടുണ്ട്. കാരണം നമുക്കുള്ള സാധനം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു സാധനം, അത് ഓൾറെഡി ആ ഒരു സെക്കൻഡ് തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, ഞാനിതിൽ ഒരു പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഈ യൂട്യൂബ് ഫീൽഡിനകത്ത് ഒരു പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് എന്തോ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നത്. പിന്നെ വളരെയാണ് നമ്മൾ കുക്കിംഗ് ചാനലിലേക്കൊക്കെ മാറി. അല്ലാതെ നമ്മൾ പിന്നെ ശേഷം ഞങ്ങൾ പല സാധനങ്ങൾ ഇതിനു വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് മാത്രം. ഓരോ സാധനങ്ങളായിട്ട് ഇതിൻ്റെ ആവശ്യങ്ങളൊക്കെ അനുസരിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ വന്നത്, ഒരു രസം. ഇപ്പം നമുക്ക് യൂട്യൂബിൽ റവന്യൂ എത്രയുണ്ട് നമുക്ക് ജസ്റ്റ് ഊഹിക്കാൻ പറ്റും. പക്ഷേ വീഡിയോസ് കാണുമ്പോൾ എക്സ്പെൻസീവ് വളരെ കൂടുതലാണ് ഓരോ വീഡിയോക്കും പുറകെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അത്ര പോലും ചിലപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടാതെ വരും. സോ ഇതെങ്ങനെ ശരിക്കും ബാലൻസ് ചെയ്യണേ? ഇപ്പം നമ്മളൊരു 1 ലക്ഷം രൂപ ചിലവാക്കി ഒരു വീഡിയോ ഇട്ടു, അതിന് റീച്ച് കുറവാണെങ്കിൽ മറ്റ് വീഡിയോകൾ ഇതിനോടൊപ്പം റൺ ചെയ്യാൻ.
അങ്ങനെ നമ്മൾ ഒന്നിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നഷ്ടമാണെങ്കിൽ മറ്റേത് ലാഭം ഉണ്ടാവും. അങ്ങനെ ചിലതൊക്കെ നമുക്ക് ചിലവാക്കിയ പൈസ പോലും തിരിച്ച് കിട്ടില്ല. ചില വീഡിയോസൊക്കെ ചിലത് നമുക്ക് ചെറിയ വീഡിയോസ് നമുക്ക് ചിലവാക്കണേക്കാൾ കൂടുതൽ കിട്ടും. അപ്പോൾ അതിനങ്ങനെ ബാലൻസ് ചെയ്ത് പോകണം. പിന്നെ ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് നല്ല ചിലവാണ്. ഈ ഫുഡ് ഉണ്ടാക്കണതിൽ ഭയങ്കര ചിലവാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണോ എന്നറിയാം, നമുക്ക് ഏറ്റവും വിഷമ കാര്യം വീഡിയോസ് എണ്ണം കുറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫാൻസിന് കുറച്ച് വിഷമമുണ്ട്. സോ ഈ ഒരു റീസൺ ഉണ്ടോ ശരിക്കും ബിസിനസ്സിലേക്ക് തിരിയാനൊരു തീരുമാനവും കൂടെ വീഡിയോസ്? അതെ, ബിസിനസ്സിലേക്ക് തിരിയാനുള്ളൊരു സാഹചര്യമാണ്. പിന്നെ മേഖലകൾ മാറി മാറി പിടിക്കാന്നുള്ളത്. നമ്മൾ 2018 ഞാനിത് 12 ഒരു പരിപാടി ചെയ്തു. അത് 18 ഇപ്പോൾ വേറെ മാറ്റി. അതെ, ഇതിപ്പോൾ 25 വേറെ മാറ്റാം. ഓക്കെ. പക്ഷെ ഇതിലുണ്ടാവും, യൂട്യൂബിൽ എന്തായാലും ഉണ്ടാവും. നമ്മളിപ്പോൾ ഇത്രയും നമ്മളെ വിശ്വസിച്ച് വന്ന കുറേ പ്രേക്ഷകരുണ്ട്. അവർക്ക് മാസം 2-3 വീഡിയോ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും മെനക്കണം. അത് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യാന്നുള്ളതാണ്. കാരണം ഞങ്ങളിട്ട ലൈവിൽ തന്നെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അതിനകത്ത്. ഞങ്ങൾ മറക്കരുത്, ഞങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർക്ക് കൂടെ എന്തായാലും വീഡിയോ ചെയ്യും. കാരണം നമ്മൾ വഴിയിൽ ഉപയോഗിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ തുടർന്ന് ഇങ്ങനെ പോവുക, അതിൻ്റെ കൂടെ ബിസിനസ്സിനെയും കൂടെ കൂട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി ഇപ്പം ഫിറോസ്ഖാന്റെ വീഡിയോക്ക് വേണ്ടി ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എണ്ണം കുറക്കുമ്പോൾ എന്തായാലും വിഷമവും വരും. ഈ ഓഡിയൻസിന്റെ അഭിപ്രായം നോക്കിയിട്ട് വീഡിയോസ് ചെയ്യാറുണ്ടോ? കാരണം ഇപ്പൊ നമ്മള് ഫണ്ണായിട്ടും ട്രോളായിട്ടും പറയാറുണ്ട്, വലിയ ജീവനെ കണ്ട ഫിറോസ്ഖാന് മുമ്പ് പോകണ്ട, അതിപ്പോ ഫ്രൈ ആക്കി കഴിക്കും എന്ന് ട്രോളായിട്ട് ഒത്തിരി വരാറുണ്ട്. അത്രയും ട്രോള് കാണാറില്ലേ? ഈ ട്രോളൊക്കെ ആസ്വദിക്കാറുണ്ടോ ശരിക്കും? അല്ല, ഇത് ഇങ്ങനെയല്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ട്രോൾ ചെയ്യണത് മാത്രമല്ല, ഇങ്ങനെ കുറെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മേഖല പിടിച്ചു നിൽക്കുന്നുള്ള. ട്രോളുകളും കുറേ പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴെന്താണ് ഈ പ്ലാറ്റ്ഫോം നിലനിൽക്കും. ഈ പ്ലാറ്റ്ഫോം നിലനിൽക്കാതെ നമ്മൾക്ക് നിലനിൽപ്പില്ലല്ലോ. അപ്പോൾ എല്ലാവരും വേണം എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ പ്രശ്നങ്ങളുള്ള ജ്യേഷ്ഠനും മറ്റുള്ളവർക്ക് കൂടി പ്രശ്നങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണ് എപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാനും സംസാരിക്കാനും വിഷയങ്ങൾ ഉണ്ടാകുക. അതുപോലെ ആളുകൾക്ക് മേഖലയിലേക്ക് വരണമെങ്കിൽ എല്ലാവരും ഇതിനകത്ത് വേണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ശരിയല്ല ഇദ്ദേഹം ശരിയില്ല എന്നുള്ളതല്ല, എല്ലാവരും മേഖലയിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ മേഖലയിലൂടെ പോകാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയൊരു ആനിമലിനെ കുക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് കഴിച്ചിട്ടുള്ളത് ഏതൊരു ഐറ്റം ആയിരിക്കും, ഏതൊരു മൃഗത്തെ ആയിരിക്കും? ഏറ്റവും വലിയ അനിമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വലുത് പോത്തൊക്കെയാണ് കൂടുതൽ ഏറ്റവും വലുതായിട്ട് ചെയ്യുന്നത്. ഒട്ടകത്തിനേക്കാൾ വെയിറ്റ് ഉണ്ട് ഞങ്ങളിവിടെ ചെയ്തൊരു പോത്തിട്ടാണ്. അതായത് 500 കിലോയുടെ മേലുണ്ട്. ഒട്ടകം ശരിക്കും പറഞ്ഞാൽ 300 കിലോ ആണ്. പക്ഷെ ഏറ്റവും വലിയ അനിമൽ നമ്മൾ ചെയ്ത് പറഞ്ഞ ഈ ഒരു ക്രൊക്കഡൈലിനെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഭീകരജീവിയാണല്ലോ. അതാണ് നമുക്കൊരു ഇതുണ്ടായിരുന്നു. ഈ ഇത്ര പറഞ്ഞു, ഓക്കെ, മുതൽ നമ്മൾ ചെയ്ത കാര്യം പറഞ്ഞു. ഭയങ്കരമായിട്ട് ത്രില്ലായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം, ഇത് കഴിക്കണം, ഷൂട്ട് ചെയ്യണം എന്നൊരു എക്സൈറ്റ്മെന്റിൽ ചെയ്ത വീഡിയോ ഏതായിരുന്നു? അത് നമ്മൾ മാനായിരുന്നു. മാന് നമ്മൾ ദുബായിൽ വെച്ചിട്ട് എന്ന് വെച്ചാൽ ഇവിടെ കിട്ടാത്ത എന്താണോ അതിനോട് ആളുകൾക്ക് ആർത്തി കൂടുന്നുള്ളൂ. മനസ്സിലായി, കിട്ടുന്നത് പിന്നെ സുലഭമല്ലേ. അപ്പോൾ കിട്ടാത്തൊരു സാധനത്തിന് ആർത്തി കൂടും. നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണം എന്നുള്ളതാണ് നമ്മുടെ മാനിന്റെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ ദുബായിൽ വെച്ചത് അവിടെ അവൈലബിൾ ആണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ലുലുവിലൊക്കെ നമുക്ക് ഇത് കിട്ടും. ലുലു മാത്രമല്ല, എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് മാനിൻ്റെ ഇറച്ചി വാങ്ങിക്കാൻ പറ്റും. പിന്നെ മാനിന് വളർത്താനുള്ള ഫാമുകളുണ്ട്. അവിടെ അറബികൾക്ക് വാങ്ങി കഴിക്കുന്നതാണ്. അതായിരുന്നു നമുക്ക് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ളൊരു സാധനം. അത് രതീഷ് ഉണ്ടായതില്ല, ഞാനാണ് പോയത്. എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഞങ്ങളത് കണ്ടുപിടിച്ചു, അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നതാണല്ലോ. അങ്ങനെ കിട്ടി. മിസ് ചെയ്യുന്നു തോന്നിയോ? പോയി കഴിച്ചിട്ടുണ്ട്. ദുബായിൽ വന്നിട്ടുണ്ട് രതീഷ്. അപ്പൊ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ആസ്വദിക്കുന്ന ഇവിടെ നമുക്കത് കിട്ടാത്തതാണ്. ഇവിടെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 7 വർഷം വരെ നമുക്ക് ജയിലിൽ കിടക്കാം സുഖമായിട്ട്. കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റുള്ള ഒരു മീറ്റ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ, കഴിച്ചതിൽ പറ്റി ഏറ്റവും ടേസ്റ്റുള്ള മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം പോത്ത് തന്നെയാണ്. അത് എങ്ങനെ ഉണ്ടാക്കിയാലും ഭയങ്കര രുചിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. പിന്നെ നെക്സ്റ്റ് മട്ടനാണ്. കോഴി 3ാമത്തെ ഇതിൽ കൊടുക്കുന്നത്. നമ്മൾ 3ാം സ്ഥാനത്താണ്. പക്ഷെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കോഴിയാണ്. കാരണം എപ്പോഴും നമുക്ക് വാങ്ങിക്കാൻ പറ്റും, വിലയും കുറവാണ്. അതുപോലെ പോത്തും എന്ത് ചെയ്താലും ഭയങ്കര ടേസ്റ്റുള്ളൊരു വിഭവമാണ്. ഈ മാൻ, മുതല, അതുപോലെ പാമ്പ്, ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ആ സാധനം വരും. പക്ഷെ ഈ കൂട്ടത്തിൽ ഏതാ ബെസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിച്ചു? ഞാൻ പാമ്പ്, മുതല ഞാൻ കഴിച്ചിട്ട്, മുതല ചെറിയൊരു കഷ്ണം ഞാൻ കഴിച്ചത്. ചെറിയൊരു എന്താ അതിന്റെ രുചി എന്നറിയാൻ വേണ്ടി അതിൽ ചിക്കൻ രുചി പോലെ എനിക്ക് ഫീൽ ചെയ്ത്. പാമ്പിന് ഞാൻ കഴിച്ചില്ല, നമ്മൾ അവിടുത്തെ ആളുകൾ കൊടുത്താണ്. മുതലേ ഞങ്ങൾ അവർ കൊടുത്താണ് കേട്ടോ. ഞങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ടേസ്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞ ശേഷം അവർക്ക് തന്നെ കൊടുത്തു. അവർക്ക് ഭയങ്കര ഹാപ്പിയായി. തായ്ലാൻഡിന്റെ ആളുകൾക്ക്, തായ്ലാൻഡിൽ വെച്ചായിരുന്നു അവർക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഇത്ര എക്സ്പെൻസീവായ സാധനം ഇത്രയും വലിയൊരു സാധനം ഫ്രീ ആയി കിട്ടുകയാണല്ലോ. അങ്ങനെ അവര് പ്രാർത്ഥനകളൊക്കെ ഓർക്കും. താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. ഈ കഴിച്ചതിൽ വെച്ചിട്ട് അത്ര ടേസ്റ്റ് ഇല്ലാത്ത ഒരു വിയേർഡ് തോന്നിയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടോ കുക്ക് ചെയ്ത് കഴിച്ചില്ലേ? ഇല്ല, ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല നമുക്ക്. ഇല്ലല്ലേ, അങ്ങനെ ഇതുവരെ നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഭക്ഷണമല്ലേ, അങ്ങനെ തോന്നാൻ പാടില്ല. കാരണം അത് കിട്ടാത്ത പല ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിയാലും നമ്മൾ മിണ്ടരുത്. ഇപ്പം ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പൈസ പൊളിഞ്ഞ ഒരു എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ? പുട്ടിനാണ് പോയത്. ഭയങ്കരമായിട്ട് എക്സ്പെൻസ് ആയത്. ഏകദേശം എത്ര ആയിട്ടുണ്ടാവും? ഏകദേശം 3.5 lakh ആയിരുന്നു ഒരു വീഡിയോക്ക്.
ഞങ്ങളുടെ എൻ്റെ സാലറി ഒഴിച്ചിട്ടില്ല, എൻ്റെ ശമ്പളം ഒഴിച്ച് ബാക്കിയുള്ള കുട്ടികൾ മാനേജ് ചെയ്യുക. 1.5 മാസമാണ് ഞങ്ങൾ എൻ്റെ പുറകിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കുറ്റി, അതിൻ്റെ പൈപ്പ് ബാംഗ്ലൂരിൽ നമ്മൾ വരുത്തിയതില്ലേ, പൈപ്പ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത്, അങ്ങനെ കുറേ എക്സ്പെൻസ് ആയിരുന്നു അതിനകത്ത്. പിന്നെ അതിൻ്റെ മുള മാത്രം ഏകദേശം 10-30,000 രൂപയുടെ മുള മാത്രം വാങ്ങിച്ചിട്ട് ഇതിന് കെട്ടിപ്പൊക്കാനായിട്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടാണ് അത്ര എക്സ്പെൻസ്. പുറത്തൊരാളെ വെച്ച് ചിലപ്പോൾ ഇതിൽ കൂടുതൽ എക്സ്പെൻസ് ആവും. ഈ പുട്ടിന് ഐഡിയ ആരാ ശരിക്കും വന്നേ, കൊണ്ടുവന്ന ആരാ ശരിക്കും? പുട്ട് ഞാൻ തന്നെയാണത് ശരിക്കും പറഞ്ഞത് ചിന്തിച്ചത്, പുട്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പോഴല്ല, ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു 3 വർഷം മുന്നേ, 4 വർഷമായിരുന്നു ഞങ്ങളിത് എൻ്റെ മനസ്സിൽ വലിയൊരു പുട്ടുണ്ടാക്കണം എന്നുള്ളത്. പുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ കേരളത്തിന്റെ അഭിമാനം. അപ്പൊ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനൊരു 18 അടി ഒരു പുട്ട് ഒരു ടീമുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ ക്രോസ് ചെയ്യുക, അതിന് മുകളിലേക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ 18-20 ആയി കഴിഞ്ഞാൽ നമ്മൾ അവരെ കടത്തി വെട്ടാനുള്ള ഒരു പരിപാടിയല്ലേ. അപ്പൊ ഞങ്ങളൊരു 35 അടി പ്ലാൻ ചെയ്തു. ഏകദേശം 28 അടി പുട്ടും 30 അടിയാണ് പുട്ടുകുറ്റി, 2 അടി അതിന് താന്നു പോയ കുറവുണ്ടായിരുന്നു. 28 അടി പുട്ടും 5 അടി ഇതിന്റെ സാധനവും ടാങ്ക് അങ്ങനെ 33 35 അടി ഹൈറ്റ് ആയിരുന്നത് മൊത്തം. ഞങ്ങളിങ്ങനെ മുകളിലൊക്കെ പോയിട്ടേ ഭയങ്കര ഒരു സംഭവമായിരുന്നു. അതെങ്ങനെ പ്രാക്ടിക്കലി അതെങ്ങനെ ചെയ്യും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ആഗ്രഹമുണ്ട് ചെയ്യണം എന്ന്, പക്ഷെ ഇത് എങ്ങനെ വരും, അത് എപ്പോഴും തുടക്ക സമയത്ത് കൺഫ്യൂഷൻ ആയിരുന്നു. അതിന് ഞങ്ങൾ എല്ലാ പഴുതുകൾ അടച്ചുള്ള പണിയായിരുന്നു ഞങ്ങൾ ചെയ്തത്. എല്ലാ പഴുതുകളും അതിന് വരും വരായൊക്കെ ചിന്തിച്ചിട്ടാണ് പരിപാടികൾ ചെയ്തത്. പെട്ടെന്ന് ചാടി ഇറങ്ങി നമ്മൾ ചെയ്തല്ല, വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തല്ല. അത് ഒരു നല്ലൊരു വീഡിയോ ആളുകൾ ചിത്രീകരിക്കുക എന്നുള്ള ഇതിലാണ് ഞങ്ങളത് അതിനകത്ത് ഇറങ്ങിയത്. അതുകൊണ്ട് കുറേ ആലോചിച്ചു. രാത്രി കിടക്കുമ്പോൾ വരെ എങ്ങനെ ആലോചിക്കും, പുട്ട് എങ്ങനെ തള്ളാം, അതിനെങ്ങനെ കണക്ഷൻ കൊടുക്കുക, എത്ര ആളതിന് പുറകിൽ കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങൾ വരെ ആലോചിച്ച്, ഏത് ദിവസം ഷൂട്ട് ചെയ്യണം, കാലാവസ്ഥ, അങ്ങനെ തുടങ്ങി നല്ലൊരു വീഡിയോ ആയിട്ട് ചിത്രീകരിക്കുക എന്നുള്ള വലിയൊരു സംഭവമാണ്. അത് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 10-25 മില്യണോളം ആളുകൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ നല്ല അത്യാവശ്യം റീച്ചുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ അതായിരുന്നു ഏറ്റവും കഷ്ടപ്പാടും ഏറ്റവും ചെലവ് കൂടിയ വീഡിയോ ആയിട്ട്. ശരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു നല്ലൊരു ടീം ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പം ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. ഒരു നല്ലൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളി അത് വരൂ, അത് നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. പക്ഷെ ആ ഒരു ടീം ഉള്ളത് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് ശരിക്കും? ടീം ഉണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ടീം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടി പണിയെടുക്കാനും അത് സന്തോഷത്തോടെ വർക്ക് ചെയ്യാനുള്ള ടീമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരാൾ ജോലിക്ക് വന്ന അയാൾ 5 മണി പണിമാറി പോകും, ജോലി കഴിഞ്ഞാൽ പോകും. പക്ഷെ അങ്ങനത്തെ ഒരാളെ കിട്ടിയതുകൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങൾ ശരിക്കും ഒരു 1 വീക്കോളം ഞങ്ങൾ അവിടെ ഈ പുട്ടുണ്ടാക്കുന്ന സ്ഥലത്തിന് സ്റ്റേ ചെയ്താണ്. ഇതിന്റെ സെറ്റിങ്സും പരിപാടികളൊക്കെ ആയിട്ടും ഇതിന്റെ ടെസ്റ്റ് നടത്താനായിട്ടും അങ്ങനെ ഒരു 1 വീക്ക് ഞങ്ങളവിടെ ആ സ്ഥലത്ത് തന്നെ ഞങ്ങൾ 25 പേര് തമ്പടിച്ച് കിടന്നതാണ്. അങ്ങനെയൊക്കെയാണ് ഇത് ചിത്രീകരിച്ചത്. ശരിക്കും ഇത് കാണാൻ വളരെ നിസ്സാരമാണ്. നല്ല കഷ്ടപ്പാടുണ്ട്. പുട്ട് വരുമോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. കാരണം അത്രയും വലിയൊരു പ്രൊജക്റ്റ് അല്ലേ, അത് പെട്ടെന്നൊരടിക്ക് നമുക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റും. പുട്ട് വന്ന സന്തോഷം ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്തു. ഓണാണ്, ഓണപ്പരിപാടി ഇല്ലാതെ എന്ത് ആഘോഷം. അതുകൊണ്ട് എനിക്ക് ഫിറോസ്ഖാനെ കിട്ടിയിട്ടുണ്ട്. പിക്കാക്ക് ഞാൻ ഒരു അടിപൊളി പണികൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഗെസ് ദ ജ്യൂസ് ആണ് ഗെയിമിന്റെ പേര്. 6 ബോട്ടിൽസിൽ വെറൈറ്റി ജ്യൂസസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈസിയാണ്, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക, അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയാം. ഞങ്ങൾക്ക് 2 പേർക്ക് അറിയാം, പക്ഷെ നോ ക്ലൂ. ഓക്കെ, സ്റ്റാർട്ട്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. കുടിച്ചു നോക്കട്ടെ. മധുരമൊന്നുമില്ലല്ലേ? ഇല്ല. എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടോ? എന്തോ ഒരു ടച്ച് ഉണ്ട്. പേരൊക്കെയാണോ അല്ലേ? പേരൊക്കെയാണോ? അല്ല. ശരി പോട്ടെ, വേറെന്താ സാധനമാണ്? അല്ല, നെല്ലിക്കട്ടാ. ആണോ? നെല്ലിക്ക. പേരക്ക, നെല്ലിക്ക ഉറപ്പിച്ച് 2 തരം 3 തരം. ഓക്കെ. അല്ല, രുചി കുറച്ച് കഴിയുമ്പോ നെല്ലിക്കന്റെ രുചി ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോ ഒരു മധുരം കേട്ടാ. പുളി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ലാസ്റ്റ് ഇതൊക്കെ തന്നെയാണോന്ന്. ഇഷ്ടപ്പെട്ടു തോന്നുന്നു, കുറെ കുടിച്ചു. ടൊമാറ്റോ. ഓക്കേ, മധുരാണോ? ഇത് ഞാൻ അറിയാത്തൊരു രുചിയാണോ? ആണോ? ഇതുവരെ കഴിച്ചിട്ടില്ല. ഇല്ല, കഴിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്തോ ഒരു വ്യത്യസ്തമായ രുചി. ഇഷ്ടപ്പെട്ടു സാധനം. കൊള്ളാതൊക്കെ ഒന്നുകൂടെ ട്രൈ ചെയ്തോ? എന്താ നോക്കട്ടാ, എന്താ പിടുത്തം കിട്ടില്ലട്ടാ. എന്തായാലും ഇഷ്ടപ്പെട്ടു സാധനം. സാധനം കൊള്ളാം, പക്ഷെ രുചി കിട്ടുന്നുണ്ട്. അടുത്ത് നോക്കാൻ തരാം കേട്ടോ. സൂപ്പർ. അതാ എക്സ്പ്രഷനത്തിൽ അറിയാലോ എന്താ സാധനം എന്നുള്ളത്. നല്ല പച്ചമുളക്, പാവക്ക. ഇപ്പൊ എല്ലാം കൂടെ സെറ്റ് ആയിട്ടുണ്ട്.
കേട്ടാ. അപ്പൊ ഇതില് സാധനം പാക ജ്യൂസ് ഞാൻ കുടിക്കാറില്ല കേട്ടാ. ആണോ? ഓക്കെ ഇത് മാത്രമാണ് ഒന്നുകൂടെ വെച്ചോട്ടെ. ഓക്കെ. എന്താ അതിന്റെ രുചി? ഒരു പിടുത്തില്ല. ശരി, അതിൽ ഞാൻ തോറ്റു. രതീഷേട്ട് നോക്കൂ, പറഞ്ഞൊക്കെ കറക്റ്റ് ആണോന്ന്. ആദ്യത്തെ എന്തായിരുന്നു പറഞ്ഞത്? ഗസ് ചെയ്തത് നെല്ലിക്ക. കറക്റ്റ് ആണോ? അടുത്തത് ഞാൻ എന്തോ പറഞ്ഞല്ലോ, ക്യാമറ റോൾ ചെയ്തു. ഇനി തെറ്റരുത്. കാരണം പുളിയാണ് ആള് പറഞ്ഞത്. കാരണം ഇനി ടേസ്റ്റ് കിട്ടാൻ പാടാണ്. പാവയ്ക്കടിച്ച. അതെ. ആള് പറഞ്ഞ പുളിയാണ്. ഓക്കെ. പുളി. കറക്റ്റ്. അടുത്തത് ഓക്കെ. ടൊമാറ്റോ. ഓ, അതിന്റെ അടുത്തത് ഇത് ഇത് ഇതെന്തോ പറഞ്ഞു? പച്ചമുളക്. ഇത് പാവയ്ക്ക. ഇതെന്താ? എന്താ ഒന്ന് നോക്കൂ, അതെന്താന്ന്. ഇളനീരാണോ? ഇത് സംഗതി എന്നെ പറ്റിച്ചത്. പഴയ ഇളനീരാണോ? ഇത് ഇളനീരിന്റെ രുചി മാറി. ഫ്രഷ് കിട്ടിയാലേ എനിക്കറിയുള്ളൂ. ഞാൻ ഇളനീര് വെട്ടി കുടിക്കാറുള്ളതാണ്. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവന്ന് ഞാൻ സമ്മതിക്കില്ല. അത് നോക്കിക്കത് എന്തായിരിക്കും. ഇളനീർ നോക്കട്ടെ. ഇളനീർ ഉണ്ടായിരുന്നോ? നീരാണോ? ഇളനീരല്ലേ? പക്ഷേ ഇളനീരാണ്. നമ്മള് പാടത്തേക്ക് ഇളനീരല്ല. ഇച്ചിരി കുടിച്ചു നോക്കും. ഞങ്ങൾ നാച്ചുറൽ എടുത്തണ്ട ഇളനീരുതാ. ഇതുപോലെ നാച്ചുറലായി കുടിക്കുന്ന ആളുകളാ അല്ലേ? ആ രുചിയല്ലോ. ഇതിപ്പോ ഞാൻ മാത്രം തോറ്റതല്ലത്. പക്ഷെ എന്തായാലും 6 5 കറക്റ്റ് ആക്കി. അതെ, 6 കറക്റ്റാണ്. എന്നെ തോൽപ്പിച്ചാണ്. ഇത് എന്നെ തോൽപ്പിക്കാൻ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുവന്നത്. പക്ഷെ ഇത്രയധികം ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന, കുക്ക് ചെയ്യുന്ന ആൾക്ക് ഇത് വളരെ ഈസിയാണ്. ആൻഡ് എല്ലാ രുചികളും അറിയുന്ന ഒരാളാണ്. സോ ആദ്യത്തെ ഗെയിം സക്സസ്ഫുള്ളി. താങ്ക് യു വെരി മച്ച്. സോ അടുത്ത ഒരു ഗെയിമിലേക്ക് പോയാലോ? വെറും ഗെയിം മാത്രമേ ഉള്ളൂ. സമ്മാനം ഉണ്ടോ? അപ്പൊ അടുത്ത ഗെയിമിലേക്ക് പോരാ. അപ്പൊ അടുത്ത ഗെയിം നമ്മൾ ആരെ കൊണ്ട് ഏൽപ്പിക്കും? അല്ല, എന്നെ കള്ളക്കളി എന്ന് പറഞ്ഞ് മാറ്റിയതാ. ഞാനിതൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. രതീഷിനും ഉപയോഗിക്കുന്നതാണെങ്കിൽ അവനും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾ എന്നും ഈ പച്ചക്കറികളാണെങ്കിൽ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഞങ്ങൾ കണ്ടുപിടിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഗെയിമില് കള്ളക്കളി കളിക്കാൻ രതീഷ് ഇറക്കണം കേട്ടാ. കേട്ടേ? രതീഷിന്റെ ഗെയിം ഏതാണെന്നറിയോ? ഐഡന്റിഫൈ സ്മെല്ല് ചെയ്തിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് മൂക്ക് ഇങ്ങനെ മറച്ചു കിട്ടി അങ്ങനെ നിനക്ക് ആവശ്യമുള്ള പോയിക്കോ. റെഡിയാ? കളക്കളി കളിക്കില്ല. റെഡിയല്ലേ? ഓണത്തിന് ഇതുപോലത്തെ കളികളില് യിരുന്നോ? എവിടെ എവിടെ ഒന്നും കാണല്ല. 5 കറക്റ്റാ. ഇതുപോലെ ഗെയിമിലൊക്കെ പങ്കെടുക്കാറുണ്ടോ ഓണത്തിന്? ഓണപരിപാടി? ഞങ്ങളെല്ലാത്തിനും പങ്കെടുക്കും. ഇപ്പൊ ഞങ്ങളൊരു 10-50 ഐറ്റംസ് ഓണത്തിന് ഇവിടെ പരിപാടി ഉണ്ട്. ഞങ്ങളുടെ ഓണത്തിന് ഞങ്ങൾക്ക് കളികളിൽ പ്രായവും ഇതൊന്നുമില്ല. രസമല്ലേ? കുട്ടികളാ. അതെ, നമ്മൾ കുട്ടികളാണ്. ചേട്ടാ, ഞങ്ങളുടെ 5 ബൗൾസില് 5 പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സ്മെല് ചെയ്യാ, ഐഡന്റിഫൈ ചെയ്ത് പറയാം. ഈസിയാണ് ഗെയിം. ഓക്കെ, ചേട്ടൻ കൊണ്ട് പറ്റും. നിസാരം, എനിക്ക് ഇപ്പം മനസ്സിലായത് എന്തായാലും പറ്റുന്നു. അപ്പൊ ആദ്യത്തെ കൈതെടുത്ത് കൊടുക്കണം. ഞാൻ ആദ്യം ഒരു പ്രത്യേക മണമുള്ള സാധനം. മണമുണ്ടാ? മണക്കുന്ന തൈര്. കറക്റ്റ് അല്ല? ഇത് പാല് കൊണ്ടുണ്ടാക്കിയ സാധനം. തെറ്റുത്തരം. അടുത്ത രണ്ടാമത്തെ സാധനം. ഇത് ലാസ്റ്റ്. ഇത് 2 പേർക്കുള്ളതാണ്. ആണോ? അപ്പൊ ഇത് മണക്കണം കേട്ടാ. നീ വെച്ചാ വെച്ചിട്ട് മണക്കണം. മണമുള്ള സാധനമാണ്. കാറ്റിങ്ങനെ വന്നോണ്ട് അങ്ങോട്ട് പോണു, ഇങ്ങോട്ട് വരുന്നില്ല. മണം വരുത്താം. മണം ഞാനൊരു സംഭവം ചെയ്തു കേട്ടാ. ഇനി മണം ഉണ്ടാവും. സ്മെല്ലുണ്ട്. മണം നല്ല മണമുള്ള. നല്ല മണം. നീ കേട്ട മണോ? ഒന്നും കൂടി മണത്തോ. എന്താണ്? ഓർമ്മകളിലേക്ക് പോകും. കഴിഞ്ഞു. ഇനി മണപ്പിക്കില്ല. ആൻസർ പറഞ്ഞു. കറക്റ്റ്. അതെ. ടിക് ടിക് 1. പടവളം. അല്ല. അല്ല. പാവയ്ക്ക. അല്ല. അല്ല. ഈ മണം നല്ല പോലെ കിട്ടിയിട്ടുണ്ടല്ലോ. അതിരിക്കട്ടെ, അത് പറഞ്ഞുതരാം. അടുത്തത് ഉണക്കമീന്. മനസ്സിലായിരിക്കുന്നു. ഇനി ഒന്നും കൂടെ ഉണ്ട്. ഒന്നുകൂടെ ഉണ്ട്. റെഡി? അച്ചാറ്. അത് അങ്ങ് ദൂരെ കൊണ്ടുവരുമ്പോഴേ അച്ചാറുണ്ടോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട്. ഇത് 2 പേരും സ്മെല് ചെയ്യണം. ഓക്കെ, 2 പേരും ഓരോന്നെടുത്തോളൂ. പെട്ടെന്ന് എടുത്തോളൂ. ഒറ്റ മണം. വിക്സ്. യൂക്കാലിപ്സ്.
അല്ലേ? എനിക്ക് ഒന്നും കൂടി എനിക്ക് ട്രൈ ചെയ്തോളൂ. അതല്ല ഇത് ഭയങ്കര കാരമുള്ളത്. എങ്ങനെയുണ്ട്? എന്തോ തൈലമാണ് അതന്നെ അല്ലേ? എന്ത് തൈലാണ്? അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ തൈലം പച്ചപ്പിലാക്കിയ തൈലില്ലേ, ഈ മണം നമ്മൾ കിട്ടിയിട്ടുണ്ട്. യൂക്കാലിപ്സ് പോലെ ഒരു തൈലം അല്ലേ? റൈറ്റ്. വേണമെങ്കിൽ ഒന്നും കൂടെ ചിലപ്പോ പറ്റും. അല്ലല്ല, ഇന്ന തൈലമാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ തൈലങ്ങൾ ഉപയോഗിക്കാറില്ല. ഓക്കെ. പക്ഷെ യൂക്കാലിപ്സ് പോലെ ഒരു തൈലമാണ്. ഒരു ഭയങ്കര ഗന്ധം. ഞാൻ ഇതിന്റെ മണം എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ല. ഞാൻ ആ മറ്റേ മണത്ത് നോക്കിയിട്ടില്ല. ഇല്ല, മണത്ത് നോക്കിയിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ പേര് എനിക്ക് പേര് ഓർമ്മയില്ല. ഓക്കെ, പേര് കാട്ടുള്ളി തൈലം. യെസ്, ഓഫ് കോഴ്സ്. അതാണ് ഇത്. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? അടിപൊളി. അടിപൊളി. ഇത് നമുക്ക് ജലദോഷം കഫം അല്ലേ? നമുക്ക് ശ്വാസത്തിന് പ്രശ്നം കൊണ്ടുവന്നൊക്കെ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു എന്റർടൈൻമെന്റ് എടുക്കും നിൽക്കാം. നല്ലോണം എനിക്ക് വലിച്ചോ. ഇത് ശരിക്കും ഇങ്ങനെ ഞരമ്പുകളിലൂടെ പോകും. ഇത് വരുത്തും. അതെ അതെ അതെ. ഒരാളെയും കൂടെ നമുക്ക് പരിചയപ്പെടുത്തണം. കാരണം ഈ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ഇയാൾ ഇവിടെ പോയി എന്ന് തപ്പുന്നുണ്ടാവും. ആളിവിടെ വരൂ. ഒറ്റ വാക്കേ ഉള്ളതിന് ഉത്തരം. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും അതിനുശേഷം ഭയങ്കരമായിട്ട് വൈറലായി. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചപ്പോഴും പറഞ്ഞു ഭയങ്കര നാച്ചുറലി ക്യൂട്ടായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അത് ഇത്രയും ആളുകളിലേക്ക് എത്തും. നമ്മളും ഒരു തമാശയൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇങ്ങനെ ആളുകൾ ഇത് വൈറലാവും, ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കും, അല്ലെങ്കിൽ ട്രോൾ ആവുന്ന എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയുണ്ട് റിയാക്ഷൻസ് ഒക്കെ എല്ലാവരുടെയും? അതൊന്നും ശ്രദ്ധിക്കാറില്ല. പുള്ളി വീഡിയോ വരും, ഭക്ഷണം കഴിക്കും, ഞങ്ങൾ ഒരുമിച്ചാണ്, നമ്മുടെ കൂടെയാണ് എപ്പോഴും. അപ്പൊ ഭക്ഷണം കഴിക്കും പോകുന്നില്ലാതെ കമന്റ് നോക്കാൻ അതൊന്നുമില്ല, സമയമില്ല. എനിക്ക് പേരിനെക്കാട്ട് ആളുകൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഈ ഡയലോഗ് ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരുപാട് ഫാൻസ് ഉണ്ടോ ശരിക്കും? ഫാൻസ് ഉണ്ടാകും. ഞാൻ ഇങ്ങനെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണല്ലേ? അയ്യോ, അത് സംസാരിക്കുന്നുണ്ട്. എല്ലാരും ഇന്റർവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ. എനിക്ക് ഇക്ക നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാരും ബാക്കിയുള്ളവർ ഭയങ്കര ഇന്റർവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. അതെ അതെ, സംസാരിച്ച് വരുന്നേ ഉള്ളൂ. ഭാവിയിലൊക്കെ ശരിയാവും. ശരിയാവണതൊക്കെ മരിക്കാനാകും. ഭയങ്കര തഗ്ഗാട്ടോ ശരിക്കും. കുറച്ച് കഴിയുമ്പോൾ തഗ്ഗൊക്കെ പുറത്ത് വരണത്. സോ ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ പറ്റിയില്ല, സംസാരിക്കാനും പറ്റിയില്ലൊക്കെ. ഇനിയും അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യൂ. നിങ്ങള് വീഡിയോയുടെ എണ്ണം കുറച്ചാലും ഞങ്ങള് ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ഞങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും കേട്ടാ. ഞങ്ങൾ ആവുന്ന സമയം ഇതിനു വേണ്ടി കണ്ടെത്താനുള്ള തീരുമാനമുണ്ട്. ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇതും കൂടി സമയം കണ്ടെത്തി ജനങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ട്. സന്തോഷം. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാണ്ട് എന്തെങ്കിലും പഠിക്കാൻ പോയാലോ എന്ന് ആലോചിക്കായിരുന്നു. മോളെ, അതിനൊക്കെ പോയാൽ നിനക്ക് ഇപ്പോഴുള്ള ഫ്രീ ടൈമും കൂടി ഇല്ലാണ്ടാവേ. ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിലേ മോളെ തെങ്ങുമ്പോ കയറിയിട്ട് തേങ്ങ ഇട്ട് തരുമോ? ഫ്രീ ആവുമ്പോ മതി. മോളെ, ഫ്രീ ടൈമിൽ ഇതൊക്കെ ചെയ്യാനാണോ ആഗ്രഹിച്ചത്? എന്നാ ഫോൺ എടുക്കൂ, എൻട്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ജീവിതത്തിന്റെ വിധി മാറാൻ ഒരു എൻട്രി മതി.